അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള തർക്കം അവസാനിക്കുന്നില്ല. അതായത് മസ്കിനെ ദക്ഷിണാഫ്രിക്കയിലേക്ക് നാട് കടത്തുമെന്ന് ട്രംപ് പറയുന്നു. ബ്യൂട്ടിഫുൾ ബില്ല് ഇരുവരും തമ്മിലൊരു തർക്കത്തിൻ്റെ ഒരു പ്രധാന ഉൽപ്പന്നം എന്ന് പറയാം. അതിൽ ട്രംപിന് ആദ്യ വിജയം നേടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മസ്കിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാനായിട്ട് ട്രംപ് അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ പറയാൻ പറ്റുമോ? അതില്ല. അവർ തമ്മിലുള്ള വഴക്ക് ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് തീരും, വീണ്ടും തുടങ്ങും. ഇടയ്ക്ക് വെച്ച് തീർന്നതാണ്. എലോൺ മസ്ക് പറഞ്ഞു, ഞാൻ ട്വിറ്ററിൽ എഴുതിയത് അല്പം കടുത്തുപോയി എന്നൊക്കെ പറഞ്ഞു. ട്രംപും അത് കാര്യമായിട്ട് എടുക്കാതെ അതങ്ങ് വിട്ടിരുന്നു. ഇപ്പോൾ സംഭവിച്ചത് ട്രംപിൻ്റെ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ അത് പാസ്സായി. അപ്പോൾ എലോൺ മസ്കിന് എന്തൊക്കെ അത് പാസ്സാകും എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ എലോൺ മസ്കിന് അത് പാസ്സായി കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് സ്വയം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങേര് ഒരു പാർട്ടി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചു. നേരത്തെയും പറഞ്ഞിരുന്നതാണ്, അമേരിക്കൻ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വേണം, അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടി. അപ്പം തന്നെ പലരും ചോദിച്ചു, താൻ എവിടുത്തെ അമേരിക്കക്കാരനാണ്? എലോൺ മസ്ക് വാസ്തവത്തിൽ ആഫ്രിക്കക്കാരനാണ്. അവിടുന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പിന്നെ അമേരിക്കൻ പൗരനായിട്ട് മാറി. അപ്പോൾ ട്രംപിൻ്റെ ഈ ഇമിഗ്രേഷൻ പോളിസി ഉണ്ടല്ലോ, അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സാങ്കേതികമായിട്ട് വേണമെങ്കിൽ എലോൺ മസ്കിനെ നാട് കടത്താം തിരിച്ച് ആഫ്രിക്കയിലേക്ക്. ആഫ്രിക്കയിൽ എന്ത് സംഭവിച്ചു? ആഫ്രിക്ക പറഞ്ഞു, ഔദ്യോഗികമായിട്ടല്ല അനൗദ്യോഗികമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആഫ്രിക്കയിൽ വലിയ ആഘോഷം നടന്നു. എലോൺ മസ്കിങ് വാ, ഇവിടെ നമുക്ക് അടിച്ചു പൊളിക്കാം, കാശല്ലേ ഇയാളിൽ, നിസ്സാര ആളാണ്. അപ്പോൾ അത് പക്ഷേ ആരും കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഒരു ആഘോഷം അവർ പ്രകടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ അത് കെട്ടടങ്ങിയതാണ്. ഇപ്പോൾ അത് വീണ്ടും ഇങ്ങനെ അമേരിക്കൻ പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ട്രംപ് പറഞ്ഞു, അങ്ങനെയാണ് ഇവൻ്റെ ചിലവൊന്നും നോക്കണമല്ലോ, ഡോജ് വെച്ച് ഇവനെ പിടിക്കും. ഡോജിൻ്റെ ഉസ്താദ് എലോൺ മസ്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് അയാളുടെ പീരീഡ് കഴിഞ്ഞെന്നും അല്ല വൈറ്റ് ഹൗസുമായിട്ട് പിണങ്ങിയിട്ടാണ് എന്തുവായിക്കോട്ടെ ഡോജിൽ നിന്ന് എലോൺ മസ്ക് മാറി. അപ്പോൾ ഇപ്പോൾ ഡോജ് എലോൺ മസ്കിൻ്റെ പിന്നാലെ വരും എന്ന് പറയുന്നു. എലോൺ മസ്കിന് ഡോജൊന്നും ചെയ്യല്ല. കാരണം എലോൺ മസ്ക് സർക്കാർ പൈസയല്ല കൈകാര്യം ചെയ്യുന്നത്, അയാളുടെ സ്വന്തം ബിസിനസ്സാണ്. അതിൽ ഡോജിന് എന്ത് ചെയ്യാൻ പറ്റും? ഡോജ് സർക്കാരിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. എന്ത് വാങ്ങിക്കോട്ടെ, കാർന്നൊരു വരട്ടങ്ങ് വരട്ടെ, നിന്നെ ഞാൻ ഡോജിനെ കൊണ്ട് പിടിപ്പിക്കൂടാ, മൂച്ചെടുത്താൽ നിന്നെ ഞാൻ നാട് കടത്തും, ആഫ്രിക്കയിലേക്ക് പൊക്കോന്നു. ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അമേരിക്കയുടെ ബഹിരാകാശ ഏർപ്പാട് മുഴുവൻ ഏകദേശം ഇലോൺ മസ്കിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ നമ്മുടെ ശുഭാംശു ശുക്ല പോയ വാഹനം അതാരുടെയാണ്? ഇലോൺ മസ്കിൻ്റെയാണ്. ആ റോക്കറ്റ് ആരുടെയാണ്? ഇലോൺ മസ്കിൻ്റെയാണ്. അപ്പോൾ അത്രയധികം നാസ എലോൺ മസ്കിന് ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങേരുടെ സ്പേസ് എക്സ് വാഹനങ്ങളിലെ ഇതിലാണ് നാസ നിൽക്കുന്നത്. ബട്ട് ഒറിജിനലി നാസയ്ക്ക് കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, ഓൾറെഡി സബ് കോൺട്രാക്റ്റ് കൊടുത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു എലോൺ മസ്ക് സ്പേസ് എക്സ്. അപ്പോൾ അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ആളിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതേ ഫെസിലിറ്റി നാസയോ മറ്റാരെങ്കിലോ ഉണ്ടാക്കണമെങ്കിൽ 6, 7, 8, 10 വർഷം പിടിച്ചെന്ന് വരും. അതുവരെ ബഹിരാകാശ ഗവേഷണം മുഴുവൻ നിന്ന് പോകും. ശരി, ഗവേഷണമല്ലേ നിൽക്കട്ടെ എന്ന് വിചാരിക്കാനും പറ്റില്ല. കാരണം ഈ ഗവേഷണം എന്ന് പറയുന്ന ചാരപ്രവൃത്തി, ആയുധങ്ങൾ, ഇതൊക്കെ അതിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്. അപ്പോൾ ഇത് ഇലോൺ മസ്കിനെ ഉപേക്ഷിച്ച് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഇപ്പം അതിൻ്റെ കൂടെയാണ് മറ്റേ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഉപഗ്രഹ സംവിധാനം. അങ്ങനത്തെ ഉപഗ്രഹ സംവിധാനവും വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. അത് ഒരുപാട് രാജ്യങ്ങളിൽ അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയും അതിന് ലൈസൻസ് കൊടുത്തു. അതൊരു ഡബിൾ എഡ്ജ്ഡ് വെപ്പണാണ്. ഇപ്പോൾ ഇറാനിൽ അത് സംഭവിച്ചു. ഇറാൻ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു ഈ യുദ്ധം നടക്കുമ്പോൾ. ബട്ട് എലോൺ മസ്ക് സ്റ്റാർലിങ്ക് വെച്ച് ഇറാന് ഇൻ്റർനെറ്റ് കൊടുത്തു. അപ്പോൾ അത് വലിയ പ്രശ്നമാകേണ്ടതാണ്, വലിയ പ്രശ്നമായില്ല. കാരണം വ്യാപകമല്ല സ്റ്റാർലിങ്ക് ഇറാനിൽ. അപ്പോൾ അങ്ങനെയുള്ള എലോൺ മസ്കിന് താൻ ഇറങ്ങിപ്പോക്കുമെന്ന് പറഞ്ഞ് വിടാനൊന്നും ട്രംപിന് പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അയാൾക്ക് പൊളിറ്റിക്കൽ ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ പൈസയില്ല. ഇപ്പോൾ അയാൾക്ക് എന്താ സംഭവിച്ചത്?
ടെസ്ലയുടെ ഓഹരികൾ ഇടിഞ്ഞു. ഓഹരികൾ ഇടിഞ്ഞു, ഇത്ര $1 ബില്യൺ നഷ്ടം എന്നൊക്കെ പറഞ്ഞ് ആ നഷ്ടം ഒരു പെർസീവ്ഡ് നഷ്ടമാണില്ല. അയാളുടെ അസറ്റിൽ അയാൾക്ക് നഷ്ടപ്പെട്ടതോ അങ്ങനെയൊന്നുമല്ല. ഓഹരി വിപണി ഊഹക്കച്ചവടം, അതിൽ ഇത്ര കിട്ടുമായിരുന്നു, ഇത്രയേ കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ 100 രൂപയുടെ ഒരു ലോട്ടറി ടിക്കറ്റ് നമ്മളെടുത്തു, 5 കോടി രൂപ സമ്മാനം. നമുക്ക് ലോട്ടറി അടിച്ചില്ല എന്ന് വിചാരിച്ച് 5 കോടി നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റും. ബട്ട് 5 കോടി നഷ്ടപ്പെട്ടു. ഏകദേശം കൃത്യം ഇങ്ങനെയല്ല, ഏകദേശം ഇതുപോലെയാണ് ഇതിൽ ഷെയർ മാർക്കറ്റിൽ കാശ് പോയി വന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ കഥ ഇതേ ഉള്ളൂ. പെർസീവ്ഡ് ലോസാണ്. അത് കിട്ടുമായിരുന്ന കാശ് അല്ലെങ്കിൽ നഷ്ടപ്പെടുമായിരുന്ന കാശ് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എലോൺ മസ്കിന് ശാശ്വതമായിട്ട് പറഞ്ഞുവിടാനോ പിടിക്കാനോ ഒന്നും ട്രംപിന് സാധ്യതയില്ല. ഇത് നാഴിക്കുള്ളിൽ നാഴി കയറുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാന പ്രശ്നം. രണ്ടുപേരും ഒരേപോലെ ഭ്രാന്തന്മാരാണ്, ഒരേപോലെ ടഫ് ക്യാരക്ടേഴ്സാണ്, വിംസിക്കലാണ്, ഇറാറ്റിക്കാണ്. അപ്പോൾ ഇടയ്ക്ക് അവർ തമ്മിൽ വളരെയധികം യോജിക്കുകയും ഇടയ്ക്ക് പെട്ടെന്ന് വഴക്കാകുകയും ചെയ്യുന്നു. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ആത്യന്തികമായി അത് US-ൻ്റെ വളർച്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം ഇപ്പോൾ US ചൈനയുമായിട്ട് ട്രേഡിൽ പ്രശ്നം പറയുന്നു, പിന്നീട് അത് കോംപ്രമൈസ് ആയി പോകുന്നു, ലോകത്തെ രാജ്യങ്ങളെല്ലാം തന്നെ ട്രംപിനെ അപഹസിക്കുന്നു, ഒരു നിലപാടില്ലാത്തവരെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ മൊത്തത്തിൽ ട്രംപിൻ്റെ സ്ഥാനത്തിന് ഇളക്കം വരുന്ന രീതിയിലേക്ക് പോകുക കാര്യങ്ങൾ. ട്രംപിൻ്റെ സ്ഥാനത്തിന് ഉടനെയൊന്നും ഇളക്കം വരില്ല. കാരണം അയാളെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ ജനതയുടെ ആംഗിളിൽ നിന്ന് നോക്കുക. അങ്ങനെയാണല്ലോ അയാളെ അധികാരത്തിലെത്തിക്കുന്നത് അമേരിക്കൻ ജനതയാണല്ലോ, അത് ലോകരാജ്യങ്ങളിലെ വാചകടിയൊന്നുമല്ല. അപ്പോൾ അയാൾക്കെതിരെ ഒരു വികാരം അമേരിക്കയിലുണ്ടോ? കുറച്ചൊരു വികാരമുണ്ട്. അത് ഡെമോക്രാറ്റ്സ് ഉണ്ടാക്കുന്ന വികാരമാണ്. പിന്നെ ഇത്രയും ഇറാറ്റിക്കായിട്ട് പ്രസിഡൻറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ഒരു അസംതൃപ്തിയുണ്ട്. ബട്ട് അതർവൈസ് അമേരിക്കയിൽ നല്ലൊരു ശതമാനം ജനങ്ങൾ അയാളുടെ കൂടെ തന്നെ. ചില തീരുമാനങ്ങളെയൊക്കെ അവർ എതിർത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അമേരിക്കയുടെ സ്വഭാവം കൂടെ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തും. പ്രൈവറ്റ് ഏജൻസികളാണ്, ചാനലുകൾ, മറ്റത് ഗവേഷണം, യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒപ്പീനിയൻ പോൾ എടുക്കും. അപ്പോൾ ചില പോളിസികളിൽ അങ്ങേര് വളരെ അൺപോപ്പുലറായിരിക്കും, 37% പേരെ പിന്തുണയ്ക്കുന്നുള്ളൂ. ഉടനെ അത് ആഘോഷിക്കും, ഇത് ട്രംപ് പോയി, വെറും 37% ഉള്ളൂ, ബാക്കിയുള്ളവർ മുഴുവൻ അയാൾക്കെതിരാണെന്നൊക്കെ പറഞ്ഞ് പ്രചരണമൊക്കെ നടക്കും. ഇത് നടക്കുമ്പോൾ പോലും ഗ്രൗണ്ട് ലെവലിൽ അയാൾക്ക് നല്ല സപ്പോർട്ടാണ് ട്രംപിന് എപ്പോഴും. കാരണം അയാൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ നോക്കുന്നു, ബാക്കിയുള്ളവരെ പോടാപ്പില്ല എന്ന് പറയുന്നു. ആ സായിപ്പിൻ്റെ ധാർഷ്ട്യം അത് പ്രകടമായിട്ട് അയാൾ കാണിക്കുന്നു. എല്ലാവരെയും പുച്ഛിക്കുന്നു, തെറി പറയുന്നു, എന്തൊക്കെ അയാൾ ചെയ്യുന്നു. ഇതൊന്നും ഒരു പ്രസിഡൻറ്റിന് യോജിച്ച പ്രവൃത്തിയൊന്നുമില്ല. പക്ഷേ അമേരിക്കക്കാർ അതിന് കൈയടിക്കാൻ ഇതാണ്. അപ്പോൾ ആസിം മുനീറിനെ രാജ്നാഥ് സിംഗ് 2 ചീത്ത പറഞ്ഞു എന്ന് വെച്ചോ, നല്ല ഒന്നാം തരം ഉറുദുവിൽ. അതിനെ കൈയടിക്കാൻ ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ട്. രാജ്നാഥ് സിംഗ് ഒരു സംസ്കാരമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നില്ലെന്നേ. ബട്ട് അത് ചെയ്യാമെന്ന് ട്രംപ് തെളിയിച്ചു. പക്ഷേ ട്രംപ് മാത്രമേ അത് ചെയ്തുള്ളൂ, വേറെ ആരും അത് ചെയ്തില്ല. ട്രംപ് നെതന്യാഹുവിനെതിരെ ഉപയോഗിച്ച വാക്ക് നെതന്യാഹു ട്രംപിനെതിരെ ഉപയോഗിച്ചിട്ടില്ല. കാരണം നെതന്യാഹു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മാന്യനാണ്, പുത്തിൻ മാന്യനാണ്. പുത്തിൻ ഈ സിനിജി ആലോചിച്ച് നോക്ക്, 1.25 മണിക്കൂർ പുത്തിനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു ട്രംപ്. ഈ സംസാരം പുറത്തു വിടാമോ? പറ്റില്ല. നമ്മളെപ്പോലെ 2 സാധാരണ മനുഷ്യർ, ഞാനും സിനിജിയും തമ്മിൽ 1.5 മണിക്കൂർ സംസാരിക്കുന്നു, അത് റെക്കോർഡ് ചെയ്യുക, അത് പുറത്തു വിടുക, ഇതൊക്കെ മര്യാദയാണ്. അല്ല, റെക്കോർഡ് ചെയ്യുന്നത് പോട്ടെ, ഇന്ന കാര്യങ്ങളൊക്കെ TG മോഹൻദാസ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ സിനിജി എഴുതി വെച്ചാൽ എന്താവും എൻ്റെ സ്ഥിതി? നമ്മൾ ഉത്തമ വിശ്വാസത്തിൽ പറയുന്നു, അതിനകത്ത് ചിലപ്പോൾ ഒരല്പം പരിദൂഷണമോ തെറ്റോ തെറിയോ ഒക്കെ കാണുമായിരിക്കാം. ഇതൊക്കെ കൂടെ എഴുതി വയ്ക്കുന്നു. ഞാൻ പുത്തിനെ വിളിച്ചു 1.25 മണിക്കൂർ സംസാരിച്ചു, അയാൾ ഭയങ്കര ദേഷ്യത്തിലാണ്, അയാൾ ഉക്രൈനെ വെറുതെ വിടില്ല. ശരി, ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണും, ഒരു പക്ഷേ ദേഷ്യത്തിലായിരുന്നിരിക്കാം. അത് മാന്യന്മാർ പുറത്ത് പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ട്രംപ്. എന്ത് ചെയ്യാൻ പറ്റും? ഈ സാധനം അമേരിക്കൻ പ്രസിഡൻറ്റുമാണ്, വല്ലതും ചെയ്യാൻ പറ്റുമോ? ഈ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ചുരുക്കം പറഞ്ഞാൽ ട്രംപ് അമേരിക്കക്കാർക്ക് മുമ്പിൽ ഒരു വെറുക്കപ്പെട്ടവനായി മാറി, അങ്ങനെ പറയാം. ഇല്ല, അമേരിക്കക്കാരുടെ മുമ്പിൽ അയാൾ വെറുക്കപ്പെട്ടവനായിട്ടില്ല. അതല്ലേ അയാളുടെ ഇപ്പോഴത്തെയും അഡ്വാൻറ്റേജ്. അമേരിക്കക്കാരിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും അയാളെ പിന്തുണയ്ക്കുന്നു. മാത്രമല്ല, അയാളുടെ ടീമില്ലേ, JD വാൻസും കൂട്ടരും ഒക്കെ ഉണ്ടല്ലോ,
അവർ സമർത്ഥരായ ഒരു ടീം അയാളെ സഹായിക്കാൻ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അയാളുടെ പോപ്പുലാരിറ്റി, ചില ഇഷ്യൂസിൽ പോപ്പുലാരിറ്റി താഴെ പോകും എന്നുള്ളതല്ലാതെ ജനറലി അമേരിക്കൻ പബ്ലിക് ട്രംപിനെ വെറുക്കുകയോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.